ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൾബറി ബുട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഓഫർ സെയിൽ കുർത്തീസിന്റെ കളക്ഷൻസ് ആണ്. ഇന്നലത്തെ വീഡിയോ ഓഫർ സെയിലിന്റെ തന്നെ ആയിരുന്നല്ലോ. നല്ല എൻക്വയറി ഉണ്ടായിരുന്നു. ഒത്തിരി പേരോട് സോൾഡ് ഔട്ട് പറയേണ്ടി വന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ ഇപ്പം നമ്മുടെ കയ്യിലുള്ളൂ. ചിലതിന്റെ ഒരു പീസ് 2 പീസ് ഒക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയ വിലയേക്കാളും ഞാൻ കുറച്ച് ഇട്ടേക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു 40 to 45, 50% ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണത്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വെയറിനെല്ലാം പറ്റിയ നല്ല കുറച്ച് കുർത്തീസാണ് നമ്മൾ ഇന്നും കാണാൻ പോകുന്നത്. ഇന്നത്തേതിൽ കുറച്ച് ടോപ്പ് ബോട്ടം കളക്ഷൻ ഉണ്ട്. ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്നതുണ്ട്, അതുപോലെ ടോപ്പ് തനിച്ചുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് അത് സോൾഡ് ഔട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചിലതൊക്കെ 1 പീസ് 2 പീസ് മിക്കതും അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം നിങ്ങളോർക്കും ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ സംഭവം തന്നെ നിങ്ങൾ ഇത് തന്നെ കാണുന്നുണ്ടല്ലോ ചിലപ്പോൾ നമുക്ക് തോന്നും. പക്ഷെ അതെല്ലാം നമുക്ക് റീസ്റ്റോക്ക് കിട്ടുന്നുണ്ടാവും. സെയിം തന്നെ ചിലപ്പോൾ എൻക്വയറി അനുസരിച്ച് നമ്മൾ ഇവിടെ തയ്ച്ചെടുക്കുന്നു അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോഴും സെയിം തന്നെ നമുക്ക് റീസ്റ്റോക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ഒക്കെ വരുന്നത്. അല്ലാതെ ഇപ്പോൾ അത് ഒത്തിരി ഒന്നും ഇല്ല, വളരെ കുറഞ്ഞ പീസ് മാത്രമേ ഉള്ളൂ. ചിലത് എല്ലാം തന്നെ 1 പീസ് 2 പീസൊക്കെ ഉള്ളൂ. അതായത് ഓരോന്നിലും സൈസുകൾ 1, 2 ഉള്ളൂ. അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്ക് മാത്രമായിരിക്കും ഇത് കിട്ടാനുള്ള ചാൻസ്. പെട്ടെന്ന് എൻക്വയറി നടത്തിയാൽ നിങ്ങൾക്ക് കിട്ടും. ഇല്ലെങ്കിൽ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഏതിലെങ്കിലും നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം. സെയിം സൈസ് തന്നെ വേണമെന്നില്ല, സൈസുകൾ ഷഫിൾ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇന്നത്തേൽ നമ്മൾ കാണുന്നത് ടോപ്പ് ബോട്ടം വരുന്നതിൽ 1499 ആയിരിക്കും അതിൻ്റെ പ്രൈസ് വരിക 2 പീസ് എടുക്കുമ്പോൾ. അതുപോലെ ടോപ്പ് തനിച്ചെടുക്കുമ്പോൾ 3 പീസ് എടുക്കുമ്പോൾ 1199 ആണ്. ഇനി 2 എണ്ണം മതിയെങ്കിൽ 899 ആണ്. അപ്പോൾ പ്രൈസ് റേഞ്ച് നിങ്ങൾ ശ്രദ്ധിക്കുക, അത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 2 പ്രീ ബുക്കിംഗ് കുർത്തിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. കലങ്കാരിയിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. നമ്മൾ എപ്പോഴും കാണുന്ന കലങ്കാരി നിങ്ങൾ വിചാരിക്കരുത്, പ്രീമിയം ക്വാളിറ്റി. ഈ ഫാബിന്റെ പോലത്തെ ബ്രാൻഡഡ് കുർത്തികളൊക്കെ ചെയ്യുന്ന അതേ ഫാബ്രിക്കാണ്. സൂപ്പർ ക്വാളിറ്റിയാണ്. നാച്ചുറൽ ഡൈഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. അതിൽ നല്ല ഭംഗിയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കലങ്കാരി പ്രിന്റുകളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അമേസിംഗ് ആണ്. നിങ്ങൾക്ക് വീഡിയോ കൂടെ എത്രമാത്രം ഫീൽ ചെയ്യുന്ന എനിക്ക് അറിയില്ല, പക്ഷെ നേരിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്ര നല്ല ക്വാളിറ്റി, നല്ല ഭംഗിയുള്ള കുർത്തികളാണ്, എലഗൻ കുർത്തികളാണ്. എനിക്കത് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ വാദോരാതെ പറയുന്നത്. പക്ഷെ ഞാനത് എല്ലാം ചെയ്ത് വെക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അതൊരു പ്രീമിയം ക്വാളിറ്റി കുർത്തിയാണ്. അപ്പോൾ പ്രീ ബുക്കിങ്ങിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. 15 ഡേയ്സിൻ്റെ അകത്ത് ഇവിടെ നിന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് കാണാം, എന്നിട്ട് നമ്മുടെ ഓഫർ സെയിൽ കുർത്തീസും കൂടെ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ പ്രീമിയം ക്വാളിറ്റി കലങ്കാരിയിൽ വന്നിട്ടുള്ള കുർത്തി. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. എനിക്കത് എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്ക് അറിയില്ല, കാരണം അത്ര ഭംഗിയാണ് കേട്ടോ. അതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഈ വക കളറും കോമ്പിനേഷനും പ്രിന്റൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അത്രമാത്രം ഭംഗിയും എലഗൻറ്റും ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ അത്. ഇത് എടുക്കുമ്പോൾ നല്ലൊരു റിച്ച്നെസ് നമുക്ക് തോന്നും. അത് കൈകളിൽ തൊട്ട് നോക്കിയാലും എടുത്ത് നോക്കിയാലാണ് മനസ്സിലാവത്തുള്ളൂ. നല്ല ഭംഗിയുള്ള പ്രിന്റുകളും കോമ്പിനേഷനൊക്കെയാണ്. കുറച്ച് സ്ട്രെച്ചബിൾ ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ അത്. കുറച്ച് ഹെവിനെസ്സും തോന്നും. അത് ഇതിലിപ്പോൾ സ്റ്റാർച്ച് ഉണ്ട്. ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഫാബ്രിക് ഒന്ന് സോഫ്റ്റ് ആവും. ലൈനിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല. അത്യാവശ്യം നല്ല കട്ടി തന്നെയുള്ള ഫാബ്രിക്കാണ്. ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇത് എനിക്ക് വേണ്ടി ചെയ്തേക്കുന്നതാണ്. സ്ലിറ്റുള്ള പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. നമ്മളിതാ ഇങ്ങനെ ഒരു നെക്ക് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് ഒരു വി കട്ടിങ് ഒക്കെ കൊടുത്ത് ഇതേപോലെ സ്പോഞ്ച് ബോൾ ഒക്കെ വെച്ചിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇതാ ഈ കാണുന്നതൊക്കെ ഈ കുർത്തിയിലുള്ള സെയിം കളർ കോമ്പിനേഷന് തന്നെ സ്പോഞ്ച് ബോളിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെയാണ് ഇങ്ങനെ താഴ്ഭാഗം വരെ കൊടുത്തേക്കുന്നത്. സെൻട്രൽ പോർഷനിൽ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെയാണ്. ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സ്റ്റാൻഡേർഡ് കുർത്തിയാണ് കേട്ടോ. നല്ല എലഗൻ ലുക്ക് ആയിരിക്കും ഇത് ഇട്ട് കഴിഞ്ഞാൽ. ഇതാ വീണ്ടും ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ പ്രിന്റ് വന്നേക്കുന്നത്. ഈ പ്രിന്റുകളെല്ലാം ഓർഗാനിക് ഡൈസ് ഉപയോഗിച്ച് വന്നേക്കുന്ന പ്രിന്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് വാഷ് കെയർ എടുത്ത് തന്നെ വാഷ് ചെയ്യണം. ഇതിന്റെ ഫാബ്രിക് നമ്മുടെ ബൾക്കായിട്ടുണ്ട്. അപ്പോൾ ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. സ്മോൾ മുതൽ ഇനിയിപ്പോൾ എത്ര വലിയ സൈസാണ് നിങ്ങളുടെ കുർത്തികൾ അത്ര വലിയ സൈസിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്തെല്ലാം ഓൾട്രേഷൻ സ്പേസ് ഒക്കെ ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മിനിമം ഒരു 47 ഇഞ്ച് ലെങ്ത് ഇട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഇതിന് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഈ ഒരു പാറ്റേൺ അല്ല, നിങ്ങളുടേതായ ഏതെങ്കിലും ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നേക്കുന്നത് 2050 ആണ്. അപ്പോൾ നിങ്ങൾ ഈ പാറ്റേൺ ഒക്കെ മാറ്റി ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഫാബ്രിക് ഒക്കെ കൂടുതൽ വേണ്ടി വരുമെങ്കിൽ പ്രൈസിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് അപ് ടു XXL വരെ 2050 ആണ്.
അടുത്തത് ഇതിന്റെ ബേസ് കളർ നല്ലൊരു മെറൂണും ബ്ലാക്കും ഒക്കെയാണ്. അതിലിതാ ഈ ഒരു പ്രിന്റാണ് കേട്ടോ വന്നേക്കുന്നത്. പാറ്റേൺ നമ്മൾ ആദ്യം കണ്ട സെയിം കുർത്തിയുടെ തന്നെയാണ്. ഇങ്ങനെ ഒരു കോളറൊക്കെ വെച്ചിട്ട് വി കട്ടിങ് വന്ന് സ്പോഞ്ച് ബോളൊക്കെ വന്നിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ്. അതുപോലെ സെൻട്രൽ പോർഷനിലേക്ക് ഇങ്ങനെ സ്ലീറ്റൊക്കെ കൊടുത്തിട്ടുള്ളൊരു പാറ്റേൺ ആണ്. നല്ല ഭംഗിയുള്ള കളറും പ്രിന്റും ഒക്കെയാണ് കേട്ടോ. നല്ലൊരു എലഗൻ ഫീല് കിട്ടുന്ന കുർത്തിയാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഏതാണ് വേണ്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. 15 ഡേയ്സിന്റെ അകത്ത് ഇവിടെ നിന്ന് ചെയ്ത് നിങ്ങൾക്ക് തരാമെന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് 15 ഡേയ്സിന്റെ അകത്ത് നിങ്ങളുടെ കിട്ടുമെന്നല്ല, 15 ഡേയ്സ് എടുക്കും ഇവിടെ നിന്ന് നമുക്ക് ചെയ്ത് തരാനായിട്ട്. ബൾക്ക് ഓർഡർ ഉണ്ടെങ്കിൽ ആ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും, എത്ര ഓർഡർ കിട്ടിയാലും. അപ്പം അങ്ങനെയാണ് ഇപ്പം വിചാരിച്ചേക്കുന്നത്. ഒന്നും വേറെ തയ്ച്ച് വെച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടവർ ഇതിൻ്റെ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ തരിക. അപ്പോൾ ഇനി എമർജൻസി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തരാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വലിയ അത്യാവശ്യമൊന്നും ഇല്ലെങ്കിൽ തിരക്ക് കൂട്ടരുത്. നല്ല ഭംഗിയുള്ള കുർത്തിയാണ്. ഞാൻ വീണ്ടും വീണ്ടും കാണിച്ചു തരാം. എനിക്കിതൊക്കെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഇതിനെക്കുറിച്ച് ടോക്കറ്റീവ് ആവുന്നത് കേട്ടോ. ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ഇത് രണ്ടും എനിക്ക് വേണ്ടി ചെയ്തേക്കുന്നതാണ്. ഞാനത് വരും വീഡിയോയിൽ നിങ്ങൾ ഇട്ട് കാണിക്കാം, അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ തന്നെ ഞാൻ ഒരെണ്ണം ഇട്ട് കാണിക്കാം. ഇതാണ് നമ്മൾ ആദ്യം കണ്ട കുർത്തി. നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനും പ്രിന്റൊക്കെയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഈ ടൈപ്പ് കുർത്തികളൊക്കെ ഭയങ്കര എലഗന്റ് ലുക്ക് തരുന്ന കുർത്തികളാണ്. നല്ല ഭംഗിയുള്ള പ്രിന്റൊക്കെയാണ്. ഇതെല്ലാം ഓർഗാനിക് ഡൈസ് ഉപയോഗിച്ച് വന്നേക്കുന്ന പ്രിന്റുകളൊക്കെയാണ്. നല്ല ഭംഗിയല്ലേ നോക്കി. $47 ഇഞ്ച് ലെങ്ത് ഉണ്ട്. അതുപോലെ ഓൾട്രേഷൻ സ്പേസും കൂടെ ഇട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. 15 ഡേയ്സിൻ്റെ അകത്ത് ഇവിടുന്ന് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിന് മുമ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് പെട്ടെന്ന് തന്നെ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യക്കാർ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളുക. അല്ലെങ്കിൽ ചുരുങ്ങിയത് 15 ഡേയ്സിൻ്റെ അകത്ത് ഇവിടുന്ന് നമുക്ക് അയച്ചു തരാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് കുർത്തികൾ ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്ത് തരിക. സൈസും കൂടെ മെൻഷൻ ചെയ്തേക്കുക. നമുക്കിനി ഇന്ന് നമ്മുടെ ഓഫർ സെയിൽ കുർത്തീസ് കാണാം. അതിൽ ആദ്യം ഞാൻ കാണിക്കുന്നത് ടോപ്പ് ബോട്ടം കൂടെ വരുന്നതാണ് കേട്ടോ. ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ. ഇത് ഡെയിലി വെയറിനെല്ലാം പറ്റിയ നല്ലൊരു കുർത്തിയാണ്. ലൈനിങ് ഇട്ട് വന്നേക്കുന്നതാണ്. ഇതാണ് അതിന്റെ കൂടെ വന്നേക്കുന്ന ബോട്ടം. ഇതുപോലെ രണ്ട് സൈഡിൽ എലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ള ഒരു ബോട്ടമാണ്. ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും. നമ്മളിന്ന് കാണിക്കുന്നതിൽ ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ്, അങ്ങനെ സെറ്റ് വൈസ് എടുക്കുവാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുമ്പോൾ അതിന്റെ പ്രൈസ് 1499 ആയിരിക്കും. ഇനി കുർത്തികൾ മാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 3 എടുക്കുമ്പോൾ 1199 ആയിരിക്കും. രണ്ടെണ്ണം ആണെങ്കിൽ 899. ഇതാണ് കേട്ടോ ടോപ്പ് ബോട്ടത്തിൽ അടുത്തത് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് ഇതിന്റെ ബേസ്. അതിലിതാ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ്. പ്രിൻസസ് കട്ടാണ്. ചൈനീസ് കോളർ നെക്കാണ്. ഇതുപോലെ എൽബോ സ്ലീവ് ഒക്കെ വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇതാണ് അതിന്റെ കൂടെ വന്നേക്കുന്ന ബോട്ടം. ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ പടിയും ഒരു വള്ളിയൊക്കെ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ബോട്ടമാണ്. ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും. ഇതാണ് അടുത്ത സെറ്റിന്റെ ടോപ്പ് വന്നേക്കുന്നത്. ഇതിലൊരു ഹാൻഡ് വർക്കും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളതാണ്. ഇതൊക്കെ ആർക്ക് കിട്ടിയാലും നല്ലൊരു ലക്കായിരിക്കും കേട്ടോ. വേഗം തന്നെ ഓർഡർ വന്നോളുക. കണ്ടോ, ലൈനിങ് ഇട്ട് വന്നേക്കുന്ന സ്ലിറ്റഡ് പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ്. നല്ല ക്വാളിറ്റി കോട്ടൺ ആണ് കേട്ടോ ഇതിന്റെ ഫാബ്രിക്. ഇതാണ് അതിന്റെ ബോട്ടം വന്നേക്കുന്നത്. രണ്ട് സൈഡിൽ എലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ളൊരു ബോട്ടമാണ്. ഇതിനൊന്നും റിട്ടേണോ റീഫണ്ടോ ഉണ്ടായിരിക്കുന്നതല്ല, കാരണം ഇത് വളരെ കുറഞ്ഞ പീസുകൾ മാത്രമേ ഉള്ളൂ. ഇതാണ് ടോപ്പ് ബോട്ടത്തിൽ അടുത്തത് വന്നേക്കുന്നത്. ലൈനിങ് ഇട്ട് വന്നേക്കുന്ന ഒരു ടോപ്പാണ്. സ്ലിറ്റഡ് പാറ്റേൺ ആണ്. ഇതാണ് അതിന്റെ കൂടെ വന്നേക്കുന്ന ബോട്ടം. ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും. ഇതാണ് അടുത്ത സെറ്റിലെ ടോപ്പ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു കളറും പ്രിന്റും ആണ് കേട്ടോ.
ലൈനിങ് ഇല്ലാതെ വന്നേക്കുന്ന ഒരു ടോപ്പാണ്. വളരെ കംഫർട്ടബിൾ വെയർ ആണ്. ഇതാണ് അതിൻ്റെ കൂടെ വന്നേക്കുന്ന ബോട്ടം. ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും. ടോപ്പ് ബോട്ടം സെറ്റിലെ അടുത്തത് ഇതാണ്. ടോപ്പാണിത്. നല്ല ഭംഗിയുള്ളൊരു കളറും പാറ്റേണൊക്കെയാണ്. ലൈനിങ് ഇട്ട് കോളർ പാറ്റേണിൽ ചെയ്തിട്ടുള്ളൊരു ടോപ്പാണ്. സ്ലിറ്റുള്ള പാറ്റേൺ ആണ്. താഴ്ഭാഗത്തേക്ക് കണ്ടതാ ഇങ്ങനെ ഒരു കോമ്പിനേഷനാണ് വന്നേക്കുന്നത്. ഇതാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം. ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും. ഇതാണ് അടുത്ത സെറ്റിലെ ടോപ്പ് വന്നേക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടില്ല, അതിന്റെ കളർ ചേഞ്ച് ആണ്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. അതുകൊണ്ട് ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത്. ഫിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇട്ട് വന്നേക്കുന്നതാണ്. ഇതാണ് അതിന്റെ ബോട്ടം വന്നേക്കുന്നത്. ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും. ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് രണ്ടെണ്ണം ഒന്നിച്ചെടുത്താൽ 1499 ആണ്. ഇനി നമ്മൾ കാണുന്നതിൽ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഉണ്ട്. അതിന്റെ പ്രൈസ് വരുമ്പോൾ 1599 ആയിരിക്കും കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നതിൽ ദുപ്പട്ടയും കൂടെ വരും കേട്ടോ. ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്നതാണ്. അതും കൂടെ വേഗം ഒന്ന് കാണാം. സെറ്റിൽ വന്നിട്ടുള്ള ആദ്യത്തെ ടോപ്പാണിത്. ഇതിന്റെ എല്ലാം നമ്മൾ കാണുന്നതിന്റെ എല്ലാത്തിന്റെ ബേസ് കളർ നല്ലൊരു വൈറ്റ് ആണ് കേട്ടോ. അതിൽ ഈ ഒരു പ്രിന്റ് ആണ് വന്നേക്കുന്നത്. പ്രിന്റിൽ മാത്രമാണ് നമ്മൾ ഇനി കാണുന്നതിൽ വ്യത്യാസമുള്ളൂ. ഇതിന്റെ 3 പ്രിന്റുകളുണ്ട്. ബേസ് കളർ വൈറ്റ് ആണ്. സ്ലിറ്റുള്ള കുർത്തിയാണ്, ലൈനിങ് ഇട്ടാണ് ചെയ്തേക്കുന്നത്. ആണ് അതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം. 2 സൈഡിൽ എലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ള ഒരു ബോട്ടമാണ്. ഇതാണ് അതിന്റെ കൂടെ വന്നേക്കുന്ന ദുപ്പട്ട. നല്ല വലിയ ദുപ്പട്ടയാണ് കേട്ടോ. മൽക്കോട്ടണിൽ വന്നിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. നല്ല നീളവും വീതിയും കിട്ടുന്നതാണ്. ടോപ്പിന്റെ ബോട്ടത്തിന്റെ സെയിം കളർ കോമ്പിനേഷൻ പ്രിന്റ് തന്നെയാണ് ഇതിൽ വന്നേക്കുന്നത്. ഫുൾ സെറ്റ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അതിൽ അടുത്ത സെറ്റാണ് കേട്ടോ അത്. നമ്മൾ ആദ്യം കണ്ട സെയിം പാറ്റേണും കോമ്പിനേഷനും ഒക്കെയാണ്. ഈ പ്രിന്റിന്റെ കളറിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇതിൽ കണ്ടോ ഒരു യെല്ലോ ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നേക്കുന്നത്. നമ്മൾ ആദ്യം കണ്ടത് ഒരു ബ്ലൂ ആയിരുന്നു. ബാക്കി എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഇവിടെ വന്നേക്കുന്ന ദുപ്പട്ട മൽക്കോട്ടൺ ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ്. നല്ല നീളവും വീതിയും കിട്ടുന്ന സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. ഇതാണ് ബോട്ടം വന്നേക്കുന്നത്. ഫുൾ സെറ്റ് ഇങ്ങനെ വരും. പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ. ഇതൊക്കെ വളരെ കുറച്ച് പീസ്, ഒരു പീസൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഓർഡർ തന്നാലേ നിങ്ങൾക്കിത് കിട്ടത്തുള്ളൂ. അടുത്ത സെറ്റിലെ ടോപ്പ് ഇതാണ് കണ്ടോ. നമ്മൾ ആദ്യം കണ്ട സെയിം പാറ്റേൺ തന്നെയാണ്. ഇതിൽ ഒരു ലൈറ്റ് ആഷാണ് കേട്ടോ ഇതിന്റെ പ്രിന്റ് വന്നേക്കുന്നത്. ബാക്കി എല്ലാം സെയിം തന്നെ. ഇതാണ് അതിന്റെ ദുപ്പട്ട വന്നേക്കുന്നത്. ഇനി ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മൽക്കോട്ടൺ ദുപ്പട്ടയാണ്, വലിയ ദുപ്പട്ടയാണ്. ഇതാണ് ബോട്ടം വന്നേക്കുന്നത്. ഫുൾ സെറ്റ് ഇങ്ങനെ വരും. ഇനി നമ്മൾ കാണുന്നത് റിങ്കിൾ റയോളിൽ വന്നിട്ടുള്ള ഒരു ടോപ്പ് ബോട്ടം സെറ്റ് ആണ് കേട്ടോ. ദുപ്പട്ടയും കൂടെ ഉണ്ട്. അതിൽ ഫസ്റ്റ് വേണ്ട ഇതാണ്. സ്ലിറ്റുള്ള പാറ്റേൺ ആണ്. ലൈനിങ് ഇട്ടാണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ്. ഒരു പാർട്ടി വെയറൊക്കെ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. സ്ലിറ്റിലും ഹെമ്മേരിയയിലേക്കൊക്കെ ഇതേപോലെ ലേസിന്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ള ഒരു ടോപ്പാണ്. ഇതാണ് അതിന്റെ കൂടെ വന്നേക്കുന്ന ദുപ്പട്ട. ഇങ്ങനെ ബോർഡറൊക്കെ വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. നല്ലൊരു കളറാണ് കേട്ടോ അതിന്റെ. ഇതാണ് ഇതിന്റെ കൂടെ വന്നേക്കുന്ന ബോട്ടം. ബോട്ടം ചിലപ്പോൾ ഇതിന്റെ വേസ്റ്റ് കുറച്ച് ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് ലൂസ് ആക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ അതിനനുസരിച്ചുള്ള റേറ്റ് ആണ് ഇപ്പൊ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ബോട്ടം ടൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ പരാതിയായിട്ട് ഒന്നും പറയരുത്. കാരണം വളരെ കുറഞ്ഞൊരു റേറ്റിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ബോട്ടം നമുക്ക് വേറെ ഏതെങ്കിലും ഉപയോഗിച്ചാൽ നിങ്ങൾക്കിത് എടുത്താൽ നിങ്ങൾക്കിത് ലാഭമാണ്, നഷ്ടമൊന്നും വരത്തില്ല. കാരണം നല്ലൊരു ടോപ്പും ദുപ്പട്ടയും കൂടെ കിട്ടുമല്ലോ. ഫുൾ സെറ്റ് ഇങ്ങനെ വരും. ഇതാണ് അടുത്തത്. ഇതും ഒരു സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇട്ടേക്കുന്ന ഒരു ടോപ്പാണ്. ഇതിന്റെ കൂടെ ബോട്ടം ഇല്ലായിരിക്കും കേട്ടോ. ഇതിന്റെ കൂടെ ടോപ്പും ദുപ്പട്ടയും മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ കൂടെ വന്നേക്കുന്ന ദുപ്പട്ട. ടോപ്പ് ദുപ്പട്ട ഇങ്ങനെ വരും. ഇതാണ് അടുത്ത സെറ്റ് വന്നേക്കുന്നത്. അതിലെ ടോപ്പാണ് കേട്ടോ. അത് നല്ലൊരു പീച്ച് കളറാണ്. ലൈനിങ് ഇട്ട് സ്ലിറ്റഡ് പാറ്റേണിൽ വന്നിട്ടുള്ളതാണ്. ഇതാണ് അതിന്റെ ബോട്ടം വന്നേക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ചിലപ്പോൾ വേസ്റ്റ് ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ബോട്ടത്തിന്റെ. അപ്പോൾ
നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു പ്ലെയിൻ കളർ എടുത്താൽ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാം കേട്ടോ. ബോട്ട വന്നേക്കുന്നത് സാധാരണ ഈ ടൈപ്പ് ബോട്ടത്തിൻ്റെ ഒക്കെ കുറച്ച് ടൈറ്റ് ആവാറുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, റെഡിമെയ്ഡ് എടുക്കുമ്പോൾ അങ്ങനെ വരുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനിയിപ്പോൾ കൈ കിട്ടിയതിന് ശേഷം നിങ്ങളത് ഒരു ടോപ്പ് അല്ല ബോട്ടം ടൈറ്റ് എന്നൊന്നും പറയരുത്. ഫുൾ സെറ്റ് ഇങ്ങനെ വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേറെ ഒരു ബോട്ടം പെയർ ചെയ്താൽ, നിങ്ങളുടെ കയ്യിലുള്ള ബോട്ടം പെയർ ചെയ്യോ അല്ലെങ്കിൽ ഒരു ബോട്ടം എടുത്താൽ നിങ്ങൾക്ക് ഈ റേറ്റിന് ഇത് ഒട്ടും നഷ്ടമല്ല. കാരണം കാണിച്ചത് നിങ്ങൾ 2 എണ്ണം എടുത്താൽ ഇതിൻ്റെ പ്രൈസ് വരിക 1499 മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഒരു നഷ്ടമില്ല. നല്ല ഭംഗിയുള്ള ഫാബ്രിക്കാണ്. കാണുന്നത് കുറച്ച് കുർത്തീസ് മാത്രമാണ്. ഇതിൽ 3 എണ്ണം ഒന്നിച്ചെടുത്താൽ 1199 ആണ്. 2 എണ്ണം മതിയെങ്കിൽ 899. അതിൽ ആദ്യത്തേത് ഇതാണ് സ്ലിറ്റുള്ള പാറ്റേണിൽ ലൈനിങ് ഇട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ്. കുറച്ച് അധികം ഉണ്ട്, അതുകൊണ്ട് ഞാൻ വേഗം വേഗം കാണിക്കുവാണ്. ഇതാണ് അടുത്തത്. ഇത് സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇല്ലാതെ ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇതാണ് അടുത്തത്. ഇത് സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇട്ട് വന്നിട്ടുള്ള കുർത്തിയാണ്. താഴ്ഭാഗത്തേക്ക് ഒരു അക്കോബ കട്ട് വർക്കൊക്കെ വന്നിട്ടുള്ള കുർത്തിയാണ്. ഇതാണ് അടുത്തത്. ഇതും സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇല്ലാതെ വന്നേക്കുന്ന ഒരു കുർത്തിയാണ്. ഇതാണ് അടുത്തത്. ഇതൊരു ഏലിയൻ കട്ടിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. സോറി, ഏലൈൻ കട്ട് അല്ല കേട്ടോ, ഇതിന്റെ സ്ലിറ്റ് കുറച്ച് താന്നാണ് വന്നേക്കുന്നത്. ഏലൈൻ അല്ല, ഈ ഭാഗത്തു നിന്നാണ് സ്ലിറ്റ് വന്നേക്കുന്നത്. പ്യൂർ കോട്ടൺ ആണ്. ഇതാണ് അടുത്തത്. നല്ല ഭംഗിയുള്ള ഒരു അക്കോബയുടെ ഒരു പീസാണ് യോക്കിൽ വെച്ചേക്കുന്നത്. സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇല്ലാതെ ചെയ്തേക്കുന്ന കുർത്തിയാണ്. ഇത് കലങ്കാരി ഫാബ്രിക്കിൽ സ്ലിറ്റ് ഇട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ്. ലൈനിങ് ഇല്ല, ഒരു എലിഫന്റ് പ്രിന്റ് വന്നിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ഇത് കുറച്ച് ഡൾ ഫിനിഷ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് കേട്ടോ. ഇത് വീഡിയോ കാണുമ്പോൾ കുറച്ച് ബ്രൈറ്റ്നസ് തോന്നിക്കും, പക്ഷെ ഒരു ഡള്ളായിട്ട്, അതായത് സിമെന്റിന്റെ ഒക്കെ കളറിൽ ആ ഒരു കളർ കോമ്പിനേഷനാണ് വന്നേക്കുന്നത്. നല്ല പ്യുവർ കോട്ടൺ ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അഫ്ഗാൻ കോളർ പാറ്റേണിൽ ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ്. സ്ലിറ്റുള്ള പാറ്റേണാണ്, ലൈനിങ് ഇല്ലാതെ ആട്ടോ ചെയ്തേക്കുന്നത്. കുറച്ചൊന്ന് ട്രാൻസ്പെറന്റ് ആണ് ഈ ഫാബ്രിക്. നമുക്ക് അകത്തൊരു ഷെമ്മിയൊക്കെ ഇട്ടാൽ നല്ലതായിരിക്കും, പക്ഷെ അങ്ങനെ സീത്രോ ഒന്നും അല്ല, പക്ഷെ കുറച്ച് ട്രാൻസ്പെറന്റ് ആണ്. ഇതാണ് അടുത്തത്. ഇതൊരു ബോർഡിനൊക്കെ ചെയ്തിട്ടുള്ള കുർത്തിയാണ്. ലൈനിങ് ഇല്ലാതെ സ്ലിറ്റഡ് പാറ്റേണിൽ ചെയ്തേക്കുന്നതാണ്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഇതിന്റെ. സിമ്പിളായിട്ട് ഇടാവുന്ന കുർത്തിയാണ്. ഇതാണ് അടുത്തത്. ഇത് കുറച്ച് ഹെവി ആയിട്ട് വരുന്നൊരു കുർത്തിയാണ് കേട്ടോ. ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. ഇതുപോലെ ഫുൾ സീക്വൻസ് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു യോക്കും. ഇതേപോലെ എലൈൻ കട്ടാണ്, ലൈനിങ് ഇട്ടാണ് വന്നേക്കുന്നത്. ഒരു ദുപ്പട്ട വരും കേട്ടോ. ബോട്ടം ഉണ്ടാവത്തില്ല, ഇതിന്റെ കൂടെ ദുപ്പട്ട വരുന്ന നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ്. അങ്ങനെ ഒത്തിരി വലിയ ദുപ്പട്ടയല്ല, നമുക്ക് സ്റ്റോൾസിനേക്കാളും കുറച്ചുകൂടെ ലെങ്ത് കിട്ടുന്ന ഒരു ദുപ്പട്ടയാണ്. നല്ല ഭംഗിയായിട്ട് ഇടാവുന്നതാണ്. ഇതാണ് അടുത്തത്. ഇതൊരു പോച്ചമ്പള്ളി ഫാബ്രിക് ആണ്. ക്ലോസർ വീൽ ഇങ്ങനെ ഒരു പ്രിന്റ് കാണാമല്ലോ, പോച്ചമ്പള്ളി പ്രിന്റ് ആണ്. സ്ലിറ്റുള്ള കുർത്തിയാണ്, ലൈനിങ് ഇല്ലാതെ ചെയ്തേക്കുന്നു. ഞാൻ അടുത്തത്. ഇത് റയോണിന്റെയും അജ്രക്കിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ഇങ്ങനെ ഒരു പാറ്റേൺ, ഷർട്ട് കോളർ പാറ്റേൺ വെച്ചിട്ട് ഈ ഭാഗത്ത് കുറച്ച് പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ്. ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് കേട്ടോ അത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അത്രയും കളർ ഈ ഒരു കുർത്തികൾക്ക് ഉണ്ടാവില്ല, കുറച്ച് ബ്രൈറ്റ്നെസ് കൂടുതലായിരിക്കും. അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ചുകൂടെ താന്നൊരു കളറായിരിക്കും കേട്ടോ കൈ കിട്ടുമ്പോൾ. ഇത് ഇത്രയും ബ്രൈറ്റ്നെസ് ഉണ്ടാവത്തില്ല. ഇതാണ് അടുത്തത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു അഫ്ഗാൻ കോളർ പാറ്റേണിൽ വന്നിട്ടുള്ളതാണ്. ഇതിന്റെ അകത്ത് നമ്മൾ ലൈനിങ് വെച്ചിട്ടില്ല കേട്ടോ. കുറച്ചൊന്ന് ട്രാൻസ്പെറന്റ് ആണ്. നിങ്ങൾക്ക് ഷെമ്മിയൊക്കെ ഇടുകയാണെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു പാറ്റേൺ ആട്ടോ ഇതിൽ ചെയ്തേക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ കണ്ടതാ ഇങ്ങനെ ഒരു പീസൊക്കെ വെച്ചിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നല്ല ഭംഗിയുള്ളൊരു കളറും പാറ്റേണും ആണ്. ഇതാണ് ക്ലോസർ വ്യൂ. ഇതാണ് അടുത്തത്. ഒരു ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ്. ലൈനിങ് ഇട്ട് വന്നേക്കുന്ന ഒരു കുർത്തിയാണ്. സ്ലിറ്റുള്ള പാറ്റേൺ ആണ്. ഈ ഫാബ്രിക്കിൽ അടുത്തൊരു പാറ്റേൺ ആണ്. ഇതിൽ യോക്കിൽ നല്ലൊരു ഹാൻഡ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. സ്ലിറ്റുള്ള പാറ്റേൺ ആണ്, ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്നു. ഇതാണ് അടുത്തത്. ഇത് റയോണിൽ വന്നിട്ടുള്ള കുർത്തിയാണ് കേട്ടോ. എലൈൻ കട്ടാണ്. ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ പടിയൊക്കെ വന്നിട്ട് ബട്ടണൊക്കെ വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് കുർത്തി വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു കളറും വർക്കൊക്കെയാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. സ്ലിറ്റുള്ള പാറ്റേൺ ആണ്, ലൈനിങ് ഇട്ടാണ് ചെയ്തേക്കുന്നത്.
അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കണ്ടത് നല്ല ഭംഗിയുള്ള കുറച്ച് കുർത്തീസ് ആയിരുന്നു. ഇതെല്ലാം ഓഫർ സെയിൽ ഇട്ടിരിക്കുന്ന കുർത്തീസ് ആയിരുന്നു കേട്ടോ. വളരെ നല്ലൊരു റേറ്റിലാണ് ഇപ്പൊ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് വളരെ എന്താ പറയുക, നല്ല നല്ല ഓഫറിൽ തന്നെ അത് ഇട്ടേക്കുന്നത്. ഡെയിലി വെയറിനെല്ലാം പറ്റി നല്ല കുറച്ച് കുർത്തീസ് ആയിരുന്നു. അതിൽ ടോപ്പും ബോട്ടം സെറ്റ് നമ്മൾ കണ്ടു. അത് ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കുമ്പോൾ അതിന്റെ പ്രൈസ് വരിക 1499 ആയിരുന്നു. കുർത്തികൾ മാത്രം മതിയെങ്കിൽ അതിൽ 3 ഒന്നിച്ചെടുത്താൽ 1199 ആണ്. 2 മതിയെങ്കിൽ 899 ആണ്. എല്ലാം നല്ല ഓഫറാണ്. ഏതായാലും ഒരു 40 മുതൽ 50% ഒരു ഓഫറിലാണ് ഇട്ടേക്കുന്നത്. എനിക്ക് ഇതിനൊക്കെ കോസ്റ്റ് വന്നതിനേക്കാളും താത്തിയാണ് ഇട്ടേക്കുന്നത്. കാരണം അതിന്റെ എല്ലാ സൈസും ഒന്നുമില്ല. ചിലതൊക്കെ 1 പീസ് 2 പീസൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ സീസണൽ സെയിലായിട്ട് വിറ്റ് തീർക്കും. എങ്കിലാണ് നമുക്ക് പുതിയ സ്റ്റോക്ക് വരുമ്പോൾ നമുക്ക് വെക്കാൻ സ്ഥലം വേണം. അല്ലെങ്കിൽ ഈ 1-2 പീസൊക്കെ ഇരിക്കും, നമുക്കതൊരു കടയിലേക്ക് നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് ഓഫറിൽ ഇട്ടങ്ങ് വിറ്റ് തീർക്കുന്നത്. എല്ലാവരും ചെയ്യുന്നൊരു പ്രോസസ്സാണിത്. അല്ലാതെ വേറെ യാതൊരു കംപ്ലൈന്റും ഇതിനില്ല. എണ്ണം വളരെ കുറവാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ സൈസ് കട്ടായിരിക്കുന്ന കുർത്തീസ് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് 1-2 പേര് ചോദിച്ചു എന്താണ് അങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന്. അതെന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ സ്റ്റോക്കും കടയിലേക്ക് കയറ്റുമ്പോൾ മിനിമം ഒത്തിരി പീസ്, അതായത് ഒരു സെറ്റിന്റെ തന്നെ മൾട്ടിപ്പിൾസ് ഇവിടെ കാണും. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. ഇവിടെ ചെയ്തെടുക്കുന്നതാണെങ്കിൽ അപ് ടു 8XL 9XL വരെയൊക്കെ കുർത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാത്തിന്റെ മൾട്ടിപ്പിൾസ് ഇവിടെ കാണും. അതെല്ലാം ഇങ്ങനെ വിറ്റ് വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 പീസൊക്കെ പിന്നെ ബാലൻസ് വരും. എത്ര ഉണ്ടെങ്കിലും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ, നമ്മൾ റീസ്റ്റോക്കും ചെയ്യുമല്ലോ അത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അടുത്തൊരു സീസൺ ആകുമ്പോഴത്തെ നമ്മൾ പുതിയ പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ കയറ്റുമ്പോൾ നമുക്ക് ആ പഴയത് കുറച്ചങ്ങ് തീർന്നു പോകണമല്ലോ. അപ്പൊ ഇങ്ങനെ സൈസ് കട്ടായിക്കുന്നൊക്കെ എടുത്തിട്ട് നമ്മൾ ഒരു ഓഫർ സെയിലും കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇത് വളരെ ലാഭമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല കുർത്തികൾ തന്നെയാണ്. ഇവിടെ സൈസ് ഇല്ലാത്തതിന്റെ പേരിൽ നമ്മൾ ആ ഓഫർ ഇട്ട് തരുന്നു മാത്രം. അപ്പൊ ഇതിന്റെ റേറ്റ് നല്ല താഴ്ത്തിയാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഇപ്പൊ എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും റിട്ടേണോ റീഫണ്ട് ഉണ്ടായിരിക്കുന്നതല്ല. കാരണം ഒരിക്കലും ഒരു മോശം പ്രൊഡക്റ്റ് നമുക്ക് തരില്ല. പിന്നെ അഥവാ അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഒരു ബട്ടൺ ഇളകോ അല്ലെങ്കിൽ ഒരു ബീഡ് ഒന്ന് ഒരു ത്രെഡ് പൊങ്ങോ ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതൊന്നും ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയരുത്. കാരണം ഞാൻ വാങ്ങിയ വിലയേക്കാളും താഴ്ത്തിയാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ യാതൊരു കംപ്ലൈന്റും അതിന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് റിട്ടേണോ റീഫണ്ടോ പറയരുത്. അങ്ങനെ സിവിയർ കംപ്ലൈന്റ് ഉണ്ടാവത്തും ഇല്ല. നിങ്ങൾ പാക്കറ്റ് ഓപ്പൺ ചെയ്ത് വീഡിയോ എടുക്കണം. എന്നാൽ മാത്രമാണ് എന്തെങ്കിലും അങ്ങനെ വലിയ സീരിയസ് ആയിട്ടുള്ള കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറയരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുർത്തീസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്ത് തരിക. അതുപോലെ നമ്മൾ ആദ്യം 2 പ്രീ ബുക്കിംഗ് കുർത്തി കാണിച്ചില്ല. അതിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു കുർത്തിയുണ്ട്. നല്ല ഭംഗിയുള്ള പ്രിന്റും പാറ്റേൺ ഒക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതും വേറെ മെറൂണും ഞാൻ കാണിച്ചിരുന്നല്ലോ. ഏതാണോ വേണ്ടത് അത് പ്രീ ബുക്കിൽ ചെയ്തെടുക്കാം. പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് ഞാൻ പെട്ടെന്ന് ചെയ്തു തരാം കേട്ടോ. എന്നാലും ബൾക്കായിട്ട് നമ്മൾ ചെയ്ത് വെക്കാത്തതുകൊണ്ട് പ്രീ ബുക്കിംഗ് ആണ് ഉദ്ദേശിച്ചേക്കുന്നത്. എല്ലാവരും കൂടെ ഒപ്പം തന്നെ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് അത്യാവശ്യക്കാർ പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്തു തരാം. ഇല്ലെങ്കിൽ ഒരു 15 ഡേയ്സിന്റെ അകത്ത് നമുക്ക് ചെയ്തു തരാവുന്നതാണ്. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്ത് തന്നോളുക. അടുത്ത കളക്ഷൻസ് ആയിട്ടൊക്കെ വീണ്ടും കാണാം. ബൈ.